السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد. 9/8/2024 UAE ജുമാ ഖുതുബ ഉൻദുറു ഇലാ സമരി. ഈത്തപ്പനയും ഈത്തപ്പഴവുമാണ് പ്രതിപാദ്യ വിഷയം. അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചും ശിക്ഷ ഭയന്നും ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു. വറഹ്മതി വസിഅത് കുല്ല ഷൈ. എന്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും പ്രവിശാലമാണ്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സകാഹ്. സൂക്ഷ്മതയോടെ ജീവിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്നവർക്ക് ഞാനത് രേഖപ്പെടുത്തുന്നതാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തരീക്ഷത്തിൽ നിന്ന് മഴ വർഷിച്ചു, എന്നിട്ട് അത് കാരണം വിവിധ വർണ്ണങ്ങളിലുള്ള പഴങ്ങൾ നാം ഉൽപ്പാദിപ്പിച്ചു. എത്ര മഹാനായ ആരാധ്യനാണത്! യുക്തിഭദ്രമായ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ. അതിവിശാലമായി പരന്നു കിടക്കുന്ന ഭൂമിയെ അവൻ സൃഷ്ടിച്ചു. മരങ്ങളും വിവിധ വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ കൊണ്ടും ആ ഭൂമിയെ അവൻ അലങ്കരിച്ചു. ആ മരങ്ങളിൽ കായ്ച്ചു നിൽക്കുന്ന പഴങ്ങളും അവൻ നൽകി. ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവ അർഹിക്കുന്ന പരിഗണന നൽകാനും 70ഓളം സ്ഥലങ്ങളിൽ തന്റെ ഗ്രന്ഥമായ ഖുർആനിൽ അവൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, യുംബിതു ലകും ബിഹി സ്സർഅ വസ്സൈതൂന വന്നഖീല വൽഅഅനാബ വമിൻ കുല്ലി സ്സമറാത്ത്. ധാന്യവിളകളും ഒലീവും ഈത്തപ്പനയും മുന്തിരിയും എല്ലാ തരം പഴവർഗ്ഗങ്ങളും അതുവഴി നിങ്ങൾക്കവൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ജനതക്ക് നിശ്ചയം ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ, വിശാലമായ കാരുണ്യം, അവന്റെ അന്യൂനമായ അറിവ്, യുക്തി, പരിപൂർണമായ കഴിവ് എന്നിവയുടെ മേൽ അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ തന്നെയാണത്. കവി പറയുന്ന പോലെ, തഅമ്മൽ ഫീ നബാതിൽ അർദി വൻദുർ ഇലാ ആസാരി മാ സനഅൽ മലീകു. ഭൂമിയിലുള്ള സസ്യങ്ങളെ കുറിച്ച് നീ ചിന്തിക്ക്. രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിലേക്കും ഉണ്ടാക്കി വെച്ചതിലേക്കും നീ ഒന്ന് നോക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മരങ്ങളെക്കുറിച്ചും അവയിലുണ്ടാകുന്ന പഴങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിന്റെ സുഗന്ധം, ധാന്യമണികളുടെ അടുപ്പം, ഇലകളുടെ ക്രമം എന്നിവകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവകളെയൊക്കെ ദൃഢീകരിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരിശുദ്ധനാണ്. ദാലികുമുല്ലാഹു റബ്ബുക്കും. അവനാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫതബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹ സമ്പൂർണനത്രേ. അവന്റെ അറിവോടെയാണ് ഏതൊരു ഇലയും പൊഴിയുന്നതും പൊഴിയാതെ മരത്തിൽ തന്നെ തങ്ങുന്നതും. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാതിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഒരു ഇല വീഴുന്നത് പോലും അവൻ അറിയാതിരിക്കില്ല. ഭൂമിയിലെ അന്ധകാരങ്ങളിലുള്ള ഒരു വിത്തും പച്ചയോ ഉണങ്ങിയതോ ആയ സർവ്വതും സ്പഷ്ടമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടാതെയില്ല. അല്ലാഹുവേ, അത്ഭുതകരമായ നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയരെ, ഏറ്റവും നല്ലതും മഹത്വമേറിയതുമായ മരങ്ങളിൽ ഒന്നാണ് ഈത്തപ്പന. നല്ലൊരു വാക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പനയെയാണ് ഉദാഹരണമായി പറഞ്ഞത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിനെ ഉപമിച്ചതും ഈത്തപ്പനയോടാണ്. ഈത്തപ്പനയുടെ രൂപം വളരെ സുന്ദരമാണ്. ഈത്തപ്പഴം വളരെ നല്ലതും ശരീരത്തിന് ഉപകാരപ്രദവുമാണ്. അത് മജ്‌ലിസുകളിൽ സാധാരണ ലഭിക്കുന്ന പഴമാണ്. അത് നാം കുടുംബക്കാർക്കും മക്കൾക്കും കഴിക്കാൻ നൽകാറുണ്ട്. അതിഥികൾക്ക് സൽക്കാരമായും അയൽവാസികൾക്ക് സമ്മാനമായും നാം അത് നൽകാറുണ്ട്. അത് അറബികളുടെ പാരമ്പര്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ഒരിക്കൽ മദീനയിൽ നിന്നുള്ള ഒരു അതിഥി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ഇനം ഈത്തപ്പഴങ്ങളുള്ള ഒരു തളിക അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുവച്ചു. ഇപ്പോൾ ഈത്തപ്പഴം പറിക്കുന്ന സമയമാണ്. ഈത്തപ്പഴം കൊണ്ട് ലഭിക്കാവുന്ന എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി നാം അവ ഉപയോഗിക്കണം. നമ്മുടെ മേൽ ബാധ്യതയായ അതിന്റെ സകാത്തും
നാം കൊടുത്തു വീട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു, കുലു മിൻ സമരിഹി ഇദാ അസ്മറ വആതു ഹഖഹു യൗമ ഹസാദിഹി. അവ കായ്ക്കുമ്പോൾ നിങ്ങൾ പഴം തിന്നുകൊള്ളുക, വിളവെടുക്കുമ്പോൾ അതിന്റെ ബാധ്യത അവകാശികൾക്കു നൽകുക. തന്റെ വീട്ടിലെയോ കൃഷിയിടത്തിലെയോ വിളവ് കൊയ്തെടുക്കുമ്പോൾ ഏകദേശം 540 കിലോഗ്രാം ലഭിച്ചാൽ അതിന്റെ 5% സകാത്തായി നൽകണം. കാരണം അത് സ്വന്തം നമ്മുടെ ചെലവിൽ നനക്കപ്പെട്ടതാണല്ലോ. വളരെ മോശമോ ഏറ്റവും മുന്തിയതോ ഒന്നുമല്ലാത്ത മധ്യനിരയിലുള്ള ഈത്തപ്പഴമാണ് സകാത്തായി നൽകേണ്ടത്. ഇസ്ലാം നിർദ്ദേശിച്ച അവകാശികൾക്ക് തന്നെ അത് നൽകുകയും വേണം. സകാത്ത് ഫണ്ട് എന്ന സംഘടനക്ക് അത് കാശായും നൽകാം. അതുകൊണ്ട് നിങ്ങളുടെ ഈത്തപ്പഴത്തിന്റെ സകാത്ത് നിങ്ങൾ നൽകുക. നിങ്ങളുടെ നാഥന്റെ അവകാശം നിങ്ങൾ വീട്ടുക. നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകണമേ. അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പ്രകടിപ്പിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.